വെൽക്കം ടു എജുടോക്സ്. CM കിഡ്സ് സ്കോളർഷിപ്പ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി KSTA നടത്തിയ മോഡൽ എക്സാം ഏറെ ആശ്വാസകരമാണ്. അത്യാവശ്യം നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് ഓരോ വിഷയത്തിലും നൽകിയിരിക്കുന്നത്. അതിലെ മാത്തമാറ്റിക്സിന്റെ ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 21ാമത്തെ ചോദ്യമായിട്ടാണ് ഗണിതം ആരംഭിക്കുന്നത്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. തോമസും കൂട്ടുകാരും സംഖ്യാ കാർഡുകൾ കൊണ്ട് കളിക്കുകയാണ്. 4, 2, 8, 5 എന്നിവയാണ് തോമസിന് ലഭിച്ച അക്കങ്ങൾ. ഇവ ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമായി വരുന്ന സംഖ്യ, അതിൻ്റെ പ്രത്യേകതകൾ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഒന്നാമതായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ 6000-നും 6050-നും ഇടയിലാണ് എന്നതാണ്. അപ്പോൾ ഇങ്ങനെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ 4 നമ്പറുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് നമ്പറുകൾ? 4 തന്നിട്ടുണ്ട്, 2, 8, 5. അപ്പോൾ അവ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം അഥവാ ഡിഫറൻസ് ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് എഴുതി നോക്കാം. ഏറ്റവും വലിയ സംഖ്യയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ നമ്പറുകളിലുള്ള ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 8 കൊണ്ട് തുടങ്ങുന്നു. പിന്നെ തൊട്ടടുത്ത് വരുന്ന ബാക്കിയുള്ള നമ്പറുകളിൽ ഏറ്റവും വലുത് ഏതാണ്? അതാണ് അടുത്തതായിട്ട് എഴുതേണ്ടത്. അപ്പോൾ 8 കഴിഞ്ഞാൽ 5 എഴുതുന്നു. പിന്നെ വരുന്ന വലുത് ഏതാണ്? 4, 2. അപ്പോൾ 8542 ആണ് ഈ 4 നമ്പറുകൾ കൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ചെറിയ സംഖ്യ നേരെ തിരിച്ചിട്ടാൽ കിട്ടും. അഥവാ ഏറ്റവും ചെറിയ സംഖ്യ കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. പിന്നെ 4, 5, 8 ഇതാണ് ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് എന്ന് പറയുന്നത് 6084 ആണ്. അപ്പോൾ ഇതാണ് ഉത്തരം. ഈ ഉത്തരം നമ്മൾ ആദ്യം കണ്ടെത്തണം. അതിനുശേഷം നമുക്കിവിടെ തന്നിരിക്കുന്നു 4 ഓപ്ഷൻ തന്നിരിക്കുന്നു. ഇതിൽ ഏതാണ് അതിൻ്റെ ഉത്തരത്തിൻ്റെ പ്രത്യേകതയായി വരുന്നത് എന്നതാണ് ചോദ്യം. ഉത്തരമല്ല തന്നിരിക്കുന്നത്, ആ ഉത്തരം വരുന്ന ഒരു പ്രത്യേകതയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് 6000-നും 6050-നും ഇടയിൽ ആണ് എന്നതാണ്. അപ്പം 6084 എന്ന് പറയുന്നത് 6050-ന്റെ ഇടയിലല്ല വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ അല്ല ഉത്തരം. ഇനി ഓപ്ഷൻ ബി നോക്കൂ, 6050-നും 6100-നും ഇടയിലാണ്. അത് ശരിയാണല്ലോ അല്ലേ? 6050-ന് മുകളിലാണ് ഈ സംഖ്യ വരുന്നത്, എന്നാൽ 6100-ൻ്റെയും ഇടയിലാണ് വരുന്നത്. ഓക്കെ, അപ്പം ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി വരുന്നത് 6100-നും എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലാണ് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ നമുക്കത് വേണ്ട. പിന്നെ അടുത്തത് 6200-ൻ്റെ മുകളിലേക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ അതുമല്ല ആൻസർ. അപ്പം ഓപ്ഷൻ ബി ആണ് ഒന്നാമത്തതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 820 പത്തുകൾ പ്ലസ് 41 ഒന്നുകൾ എന്നതിൻ്റെ ഉത്തരമായി വരുന്ന സംഖ്യയുടെ ചില പ്രത്യേകതകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായ പ്രത്യേകതകൾ ഏതൊക്കെയാണ് എന്നതാണ് ചോദ്യം. ചോദ്യം നല്ലപോലെ മനസ്സിലാക്കുക. ഡയറക്റ്റായിട്ട് ചോദിക്കുക, ആൻസർ പറയുക എന്നതല്ല. കുറേ കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് നമ്മൾ ആൻസർ കണ്ടെത്തേണ്ടത്. അപ്പോൾ നോക്കൂ, ഇവിടെ ചോദ്യത്തെ നമ്മളൊന്ന് വിശദീകരിക്കാം, എന്നാലേ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. 820 പത്തുകൾ എന്ന് പറയുമ്പോൾ 820 ഗുണിക്കണം 10, അതിൻ്റെ ആൻസർ എത്രയാണ്? 8200. പിന്നെ 41 ഒന്നുകൾ, 41 × 1 അഥവാ 41 തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് എന്താ വരിക? 8241 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഈ ആൻസറിൻ്റെ പ്രത്യേകതകളെ പറ്റിയാണ് ഇനി 4 ഓപ്ഷൻ സൂചകങ്ങൾ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമതായി പറയുന്നത് അക്കങ്ങളുടെ തുക 15 എന്നതാണ്. അപ്പോൾ ഈ 4 നമ്പറുകളും അഥവാ ഉത്തരമായി ലഭിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 8241 ആണ്. ഈ 8241-ലെ അക്കങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 8 + 2 + 4 + 1. ഈ 4 അക്കങ്ങൾ കൂട്ടിയാൽ 15 ആണ് എന്നതാണ്. ഇത് ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? അപ്പോൾ ഒന്നാമത്തെ കാര്യം ശരിയാണ്. അപ്പോൾ നമ്മൾ ശരിയെന്ന് ഇട്ട് വെച്ചു. ഇനി 10-ൻ്റെയും 1-ൻ്റെയും സ്ഥാനത്തെ അക്കങ്ങൾ. 10-ൻ്റെയും 1-ൻ്റെയും സ്ഥാനം എന്ന് പറയുന്നത് 41 ആണ് വരുന്നത് അല്ലേ? ഒറ്റ 10. 10-ൻ്റെയും 1-ൻ്റെയും സ്ഥാനത്ത് വരുന്ന അക്കങ്ങൾ ചേർന്ന സംഖ്യ എന്ന് പറയുന്ന 41. 1000-ൻ്റെയും 100-ൻ്റെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന സംഖ്യയുടെ പകുതിയാണ്, അഥവാ
1000ത്തിൻ്റെയും 100ൻ്റെയും സ്ഥാനത്ത് വരുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് 2ഉം 8ഉമാണ്. അപ്പോൾ 82ൻ്റെ പകുതിയാണ് 1ൻ്റെയും 10ൻ്റെയും സ്ഥാനത്ത് വരുന്ന സംഖ്യകൾ എന്ന് പറയുന്നത്. അതും ശരിയാണ്. കാരണം 41ൻ്റെ ഇരട്ടിയാണ് 82 എന്ന് പറയുന്നത്. അഥവാ 82ൻ്റെ പകുതിയാണ് 41. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. 8100നും 9000ത്തിനും ഇടയിലാണ് എന്നതാണ്. അതും ശരിയാണല്ലോ അല്ലേ? 8100 കഴിഞ്ഞിട്ടാണ് എന്ത് തുടങ്ങുന്നത്, ഈ സംഖ്യ ആരംഭിക്കുന്നത്. എന്നാൽ അത് 9000ത്തിന്റെ താഴെയുമുള്ള സംഖ്യയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നാലാമതായിട്ട് പറയുന്ന കാര്യം 824 നൂറുകൾ ഉണ്ട് എന്നതാണ്. 824 നൂറുകൾ എന്ന് പറയുന്നത് 824നോട് കൂടെ 2 സീറോ ആഡ് ചെയ്താൽ അതിന്റെ ഉത്തരം കിട്ടും. അപ്പോൾ 82,400 ഈ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്. അത് നമുക്ക് നമ്മുടെ ഉത്തരത്തോട് യോജിക്കുന്ന കാര്യമല്ല, അത് തെറ്റാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ. 1ഉം 2ഉം 3ഉം ശരിയാണ് എന്ന ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരമായി വരുന്നത്. അപ്പം ഈ ചോദ്യത്തിന്റെ ഉത്തരം ലഭിക്കാൻ അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ നേരിട്ട് ചോദ്യം വായിച്ച് ഉത്തരം കിട്ടിയാൽ മാത്രം പോരാ. ഓരോ സ്റ്റേറ്റ്മെന്റും വായിക്കുകയും അതിന്റെ ഉത്തരം ഏതാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തുകയും അതനുസരിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് നോക്കുകയും വേണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 50, 100, 50, 10, 50, 1 ചേർന്ന് വരുന്ന നാലക്ക സംഖ്യക്ക് തുല്യമായി വരുന്നത് ഏതാണ് എന്നതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ഓരോന്നും എഴുതി നോക്കാം. 50, 100 എന്ന് പറയുന്നത് എന്താണ്? 50 ഗുണിക്കണം 100. അതിന്റെ ഉത്തരം എത്രയാണ്? 50ഉം 2 0 കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് 50, 10 ആണ്. 50 ഗുണിക്കണം 10. 50നോട് കൂടെ ഒരു 0 ആഡ് ചെയ്തത് 500 ആണ് ആൻസർ അല്ലേ? 500. ദെൻ 50, 1 ആണ് പറയുന്നത്. അഥവാ 51 എന്ന് പറയുന്നത് 50 തന്നെയാണ്. ഇതിന്റെ ആൻസർ എത്രയാണ്? 5550 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ സംഖ്യയോട് തുല്യമായി വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഈ ഓപ്ഷനുകളിൽ ഏതാണെന്ന ചോദ്യം. അപ്പോൾ ഓരോ ഓപ്ഷനുകളായിട്ട് നമുക്ക് പരിശോധിക്കാം. 5, 1000, 50, 100 അത് ശരിയാണോ നോക്കാം. നമുക്ക് എഴുതി നോക്കാം കേട്ടോ. ഓരോന്ന് എഴുതി നോക്കാം. ഒന്നാമത്തെ എ ആണ് ഇപ്പൊ എഴുതുന്നത്. 5 1000 ആണെന്ന് പറയുന്നത് 5000. 50, 100 എന്ന് പറയുന്നത് എത്രയാണ്? 50ഉം 2 0ഉം കൂടി കൂട്ടിച്ചേർക്കുക, അഥവാ 5000 തന്നെയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ 10000 ആണ് ഇവിടെ കിട്ടുക. നമ്മുടെ ചോദ്യത്തിൽ പറയുന്ന ഈ സംഖ്യയുമായി ബന്ധപ്പെട്ടതല്ല ഇത് വേറെ ആൻസർ ആണ്. അപ്പൊ എ അല്ല. ഇനി രണ്ടാമത്തെ ബി ആണ് നോക്കാൻ പോകുന്നത്. ബിയിൽ പറയുന്നത് എന്താണ്? 10 500 എന്നാണ് പറയുന്നത്. അപ്പൊ 500നോട് കൂടെ ഒരു 0 ആഡ് ചെയ്താൽ 10 500 ആയി, അഥവാ 5000 ആയി. ഇനി 10 100 ആണ് പറയുന്നത്. 10 100 എന്ന് പറയുന്നത് 100നോട് കൂടെ ഒരു 0 കൂടി ആഡ് ചെയ്യുന്നു. ഇനി 2 200 എന്ന് പറയുന്നത് 400 ആണ്. പിന്നെ ഒരു 50. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ 5000 6000 5000 ഇവിടെ ആയി. 6000 6400 6450 6450 ആണ് ഇവിടെ വരുന്നത്. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷനും അല്ല. ഇനി മൂന്നാമത്തേത് പരിശോധിക്കാം. 5 500 എന്നാണ് പറയുന്നത്. 5 500 എന്ന് പറയുന്നത് 5 5 25 2500 ആണ് വരിക. ഓക്കെ, 2500ഉം 9 100 ആണ് പറയുന്നത്. 9 100 എന്ന് പറയുന്നത് 900 ആണ് വരിക. ഓക്കെ, 9നോട് കൂടെ 2 0 ആഡ് ചെയ്താൽ മതി. 3 200 എന്ന് പറയുന്നത് 600 ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് എത്രയാണ് വരിക? 4000 ആണ് വരിക. അപ്പോൾ ഓപ്ഷൻ സിയും അല്ല, നമുക്ക് എന്ന് മനസ്സിലായി. അപ്പോൾ ഇനി ഓപ്ഷൻ ഡി മാത്രമേ ഇതിൽ ശരിയുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, 10 500 എന്ന് പറയുന്നത് 5000 ആണ്. പിന്നെ 2 200 ആണ് പറയുന്നത്. 2 200 എന്ന് പറയുന്നത് 400. പിന്നെ ഒരു 100ഉം ഒരു 50ഉം. അപ്പൊ എത്രയായി ആൻസർ? 5550 എന്ന ആൻസർ ലഭിക്കും. അപ്പൊ ഡി ആണ് ഇതിലെ ശരിയായ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 കാര്യവും നമ്മൾ ചെയ്തു നോക്കിയാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ അതിൽ തന്നെ ഇത്തരം ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നേ ശരി ഉണ്ടാവുള്ളൂ. അതും കൂടെ നിങ്ങൾ നോക്കണം. ഇതിന്റെ താഴെ 1ഉം 2ഉം ശരിയാണ്, 2ഉം 3ഉം ശരിയാണ് എന്ന രീതിയിൽ വീണ്ടും നമുക്ക് ഓപ്ഷനുകളായി തരുന്ന സമയത്താണ് മുകളിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ പലതും ശരിയാകാനും തെറ്റാകാനും ഒക്കെ സാധ്യതയുള്ളത്. ഇത്തരം ചോദ്യങ്ങളിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് 4 ഓപ്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ശരി ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഏതെങ്കിലും ആദ്യം ചെയ്ത് തന്നെ ഇതിൽ ഉത്തരമായി കിട്ടിയാൽ പിന്നെ നിങ്ങൾ 2 3 4 ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ തന്നെ ആയിരിക്കും അത് ശരി.
അപ്പോൾ ഏതാണോ ആദ്യം നിങ്ങൾക്ക് ശരിയായി തോന്നുന്നത് അത് ചെയ്തു നോക്കുക എന്നതാണ് ഇത് പെട്ടെന്ന് കിട്ടാനുള്ള മാർഗം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 12 വരികളിലായി അടുക്കിയിരിക്കുന്ന 48 ടോക്കണുകൾ 8 വരിയിലേക്ക് മാറ്റിയാൽ ഒരു നിരയിലെ ടോക്കണുകളുടെ എണ്ണത്തിൽ എത്ര വ്യത്യാസം വരുമെന്നാണ് ചോദ്യം. 8 വരിയിലേക്ക് മാറ്റിയാൽ കിട്ടുന്ന ഉത്തരമല്ല വേണ്ടത്. അങ്ങനെ മാറ്റിയാൽ ആദ്യമുള്ള വരികളുടെ എണ്ണവും ഇപ്പോൾ കിട്ടിയ പുതിയതും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ആദ്യം ടോക്കണുകൾ അടുക്കി വെച്ചിരിക്കുന്നത് എത്ര വരികളിലാണ് എന്നാണ് കണ്ടെത്താൻ പോകുന്നത്. ആകെ ടോക്കണുകൾ എന്ന് പറയുന്നത് 48 ആണ്. ആകെ 48 ടോക്കണുകളാണ് ഉള്ളത് എങ്കിൽ 12 വരികളിലായിട്ടാണ് അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ 12 ഭാഗമാക്കി മാറ്റണം. 48നെ 12 ഭാഗമാക്കി മാറ്റുക എന്ന് പറയുന്നത് 48നെ 12 കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത്. എത്രയാണ് ആൻസർ കിട്ടുക? 4 എന്നാണ് ഇതിന്റെ ആൻസർ കിട്ടുക. ഓക്കെ, 4 ഗുണിക്കണം 12 ആണ് 48 അല്ലേ. 48 ടോക്കണുകളെ 12 വരികളിലാക്കി അടുക്കി വെച്ചിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ 48നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് ചോദ്യത്തിൽ പറഞ്ഞ കാര്യം കിട്ടി. ഇനി വീണ്ടും പറയുന്നത് 8 വരികളിലേക്ക് ആ ടോക്കണുകളെ മാറ്റി പ്ലേസ് ചെയ്യുമ്പോൾ ഒരു നിരയിൽ എത്ര ടോക്കണുകൾ ഉണ്ടാകും എന്നാണ് ചോദ്യം. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? 48നെ 8 ഭാഗമാക്കണം, അഥവാ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 6 എന്നാണ് കിട്ടുക. റെഡിയാണല്ലോ. അപ്പോൾ 6 എന്ന് കിട്ടിയാൽ മാത്രം പോരാ. ഇവിടെ നമ്മുടെ തെറ്റിക്കാൻ വേണ്ടി ഓപ്ഷൻ ബി നോക്കൂ. ഓപ്ഷൻ ബി 6 എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഉത്തരം കിട്ടുമ്പോൾ നേരെ എന്ത് ചെയ്യും? ഓപ്ഷൻ ബി ശരിയിടും. പക്ഷേ ചോദ്യം നല്ലപോലെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഉത്തരം തെറ്റിപ്പോകും. കാരണം ചോദ്യത്തിൽ പറയുന്നത് അങ്ങനെ കിട്ടുന്ന എണ്ണം തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം 4ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത്. അപ്പോൾ 6 - 4 = 2 ആണ് ഇതിൻ്റെ ഉത്തരമായി വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൽ ശരിയായ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നല്ലപോലെ ചോദ്യം വായിച്ചിട്ടില്ലെങ്കിലും നമ്മൾക്ക് ഉത്തരം തെറ്റിപ്പോകും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 1 + 1 × 9 = 10. 2 + 2 × 9 = 20. അങ്ങനെയാണെങ്കിൽ 78 + 78 × 9 എത്രയാണ് എന്നതാണ് ചോദ്യം. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാം 10 കൊണ്ട് ഗുണിക്കുക എന്നതിൻ്റെ ആശയത്തിലേക്ക് വരുന്ന കാര്യമാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ 1 കൂട്ടണം, 1 ഗുണിക്കണം 9 ഇപ്പുറത്ത് കാണാം. അഥവാ 1നെ 9 പ്രാവശ്യം ഗുണിക്കുന്നുണ്ട്. 9 പ്രാവശ്യം മാത്രമല്ല, പിന്നെ ഒരു 1 കൂട്ടുന്നുണ്ട്. അപ്പോൾ ശരിക്കും 1നെ 10 പ്രാവശ്യം ഗുണിക്കുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, 1നെ 10 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം 10 കിട്ടും. അതേപോലെ തന്നെയാണ് ഈ 2 എന്ന സംഖ്യയെ 10 കൊണ്ട് ഗുണിച്ചാൽ 20 കിട്ടും. ക്ലിയർ ആയല്ലോ? അത് ഇവിടെയും നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം 2 ഗുണിക്കണം 9 എന്ന് പറയുന്നത് 2നെ 9 പ്രാവശ്യം ഗുണിക്കുന്നുണ്ട്. പിന്നെ ഒരു 2ഉം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അഥവാ ആ 2 എന്ന നമ്പറിനെ 10 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് ഉത്തരം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 78നെയും 10 കൊണ്ട് ഗുണിച്ചു നോക്കൂ. 78നെ 10 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് കിട്ടുക? 780 ആണ് കിട്ടുക. അഥവാ ഇവിടെ 9 പ്രാവശ്യം ഗുണിക്കുന്നു, പിന്നെ ഒരു പ്രാവശ്യം ആഡ് ചെയ്യുന്നു. അഥവാ ശരിക്കും 78നെ 10 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം? 10 കൊണ്ട് ഗുണിക്കണം. അഥവാ 10 പ്രാവശ്യം 78നെ കൂട്ടി നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായി വരുന്നത് 780 ആണ്. അത് ഈ ചോദ്യത്തിൽ 780 എന്ന് കാണാൻ കഴിയില്ല. മറിച്ച് 780 എന്ന ഒരു ഉത്തരം വരുന്ന ഒരു ക്രിയ ഇവിടെ തന്നിട്ടുണ്ട്. അഥവാ ഓപ്ഷൻ എ ആണ്. 1000-ൽ നിന്ന് 220 കുറയ്ക്കുക എന്നതാണ് ആ ചോദ്യത്തിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1000-ൽ നിന്ന് 220 മൈനസ് ചെയ്താൽ 780 ആണ് ലഭിക്കുക. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരമായി വരുന്നത്. ബാക്കി ക്രിയകളൊന്നും ഇതിനോട് യോജിച്ചതല്ല. അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 9 കൊണ്ട് ഗുണിച്ചിട്ട് പിന്നെ ആ സംഖ്യ ഒരു പ്രാവശ്യം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അഥവാ ശരിക്കും ആ സംഖ്യയെ 10 കൊണ്ട് ഗുണിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. 10ന്റെ ഗുണനത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ആ ചോദ്യത്തിന്റെ ആ നമ്പറിനോട് കൂടെ ഒരു 0 ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്തെങ്കിലും ഒരു എളുപ്പ വഴിയുള്ളതായിരിക്കും ചോദ്യം എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് കാണുമ്പോൾ നമ്മൾക്ക് വളരെയേറെ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുകയും ചെയ്യും. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ പരമാവധി പരിശീലിക്കുകയാണ് ഇതിൻ്റെയൊക്കെ മാർക്ക് നേടാൻ വേണ്ടിയുള്ള എളുപ്പവഴി മാർഗം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. A + B + C = D. ഓക്കെ, അവ 3 സംഖ്യകൾ കൂട്ടിയാൽ ഉത്തരം കിട്ടുന്ന ഒരു D എന്ന ഉത്തരം കിട്ടുന്നു.
ഇനി അതേ 3 സംഖ്യകൾ തന്നെ ഗുണിച്ചു കഴിഞ്ഞാലും ഡി എന്ന ആൻസർ കിട്ടുന്നു. അപ്പോൾ കൂട്ടിയാലും ഗുണിച്ചാലും ഒരേ ഉത്തരം വരുന്നു. ഏതോ 3 സംഖ്യകൾ പരസ്പരം കൂട്ടിയാലും പരസ്പരം ഗുണിച്ചാലും ഒരേ ഉത്തരം ലഭിക്കുന്നു. അതാണ് ഇതിലെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അതാണ് ഇത്രയും ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്കിൽ ഈ ഉത്തരമായി വരുന്ന ഡി കണ്ടോ, കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരവും ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരവും ഒന്ന് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരവും ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരവും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കി. എങ്കിൽ ഡി ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു എഫ് ആണ്. ആവർത്തിച്ച് ഗുണിക്കുക. അപ്പോൾ ഒന്നാണെങ്കിൽ 1 ഇൻറ്റു 1, രണ്ടാണെങ്കിൽ 2 ഇൻറ്റു 2, മൂന്നാണെങ്കിൽ 3 ഇൻറ്റു 3, അങ്ങനെ ഗുണിച്ചാൽ കിട്ടുന്ന എഫ് എന്ന ഉത്തരം ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം. രണ്ട് രീതിയിൽ നമുക്കിത് കണ്ടെത്താം. അതായത് ഒന്നാമതായിട്ട് എ ബി സി ഈസ് ഈക്വൽ ടു ഡി, എ ഇൻറ്റു ബി ഇൻറ്റു സി ഈസ് ഈക്വൽ ടു ഡി. ഇത് ആകെ 3 സംഖ്യകൾ, 1, 2, 3 എന്ന നമ്പറുകൾക്ക് മാത്രമേ ഈ പ്രത്യേകതയുള്ളൂ. അത് നമ്മളെ പാഠപുസ്തകത്തിൽ പഠിക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ആ ഒരു പ്രത്യേകത വെച്ചുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. അതായത് ഞാൻ വിശദീകരിക്കാം. 1 + 2 + 3 ഈസ് ഈക്വൽ ടു 6 ആണ്. ഉത്തരം കിട്ടിയല്ലോ. 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 6. അപ്പോൾ ഈ 3 നമ്പറുകൾ മാത്രമാണ് കൂട്ടിയാലും ഗുണിച്ചാലും ഒരേ ഉത്തരം വരുന്ന സംഖ്യ. ഇത് മനസ്സിലാക്കിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ക്രിയയിലേക്ക് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ ഡി എന്ന് പറയുന്നത് 6 എന്നാണ് വരിക. അപ്പോൾ 6 ഗുണിക്കണം 6 സമം 36 വരിക അല്ലേ. അപ്പോൾ 36 എന്ന് പറയുന്നത് ഡി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ 1ഉം 2ഉം 3ഉം കൂട്ടിയാലും ഗുണിച്ചാലും ഒരേ ഉത്തരമാണെന്നൊന്നും അറിയാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാനുള്ള മറ്റൊരു മാർഗം, ഉത്തരം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരേ സംഖ്യ അഥവാ 6 ഇൻറ്റു 6 36 അതുപോലെ കിട്ടുന്ന മറ്റൊരു സംഖ്യ ഇതിലില്ല എന്നുള്ളതാണ്. അപ്പോൾ 15 കിട്ടാൻ ഏത് 2 നമ്പറുകൾ ഗുണിച്ചാലാണ് 15 കിട്ടുക? നമുക്ക് കഴിയില്ല, അങ്ങനെ കിട്ടില്ല. 56 കിട്ടാനോ? അതുമില്ല. 44നും അങ്ങനെയില്ല. അപ്പോൾ ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ അഥവാ സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ ഉത്തരമായി വരുന്ന സംഖ്യ 36 മാത്രമേ ഇതിലുള്ളൂ. അങ്ങനെ നമുക്കിത് കണ്ടെത്താൻ കഴിയും. ഓക്കെ, ഉത്തരങ്ങളൊക്കെ ചെറിയ സംഖ്യ ആയതുകൊണ്ട് 1 മുതൽ 9 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ 1 ഇൻറ്റു 1 അല്ലെങ്കിൽ 2 ഇൻറ്റു 2, 3 ഇൻറ്റു 3 അങ്ങനെ ചെയ്തു നോക്കിയാലും 6 ഇൻറ്റു 6 എന്നത് മാത്രമേ ഇതിൽ അങ്ങനെ സ്ക്വയർ ടൈപ്പിൽ വരുന്ന ഒരു ഉത്തരമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കണ്ടെത്താം. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉത്തരമായി വരുന്ന സംഖ്യ എന്ന് പറയുന്നത് ഈ ഒരു ആശയത്തെ ബേസ് ചെയ്തുകൊണ്ടാണ്. അത് നമ്മൾ പാഠപുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. 1 + 2 + 3 എന്നതാണ്, 1, 2, 3 എന്നതാണ് ആ നമ്പർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 5000 മുതൽ 6000 വരെ എത്ര ഇരുവഴി സംഖ്യകളുണ്ട് എന്നതാണ് ചോദ്യം. അഥവാ ഒരുപോലെ വായിക്കാൻ, മുന്നിൽ നിന്ന് വായിക്കുന്നത് പോലെ തന്നെ പിന്നിൽ നിന്നും വായിക്കാൻ പറ്റുന്ന എത്ര സംഖ്യകളുണ്ട് എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഓരോ സംഖ്യയും ഇവിടെ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ ഉത്തരമായി വരുന്ന നമ്പറുകളൊക്കെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 5000 മുതൽ 6000 വരെ എന്നാണ് പറയുന്നത്. അപ്പോൾ 5000 കൊണ്ട് തുടങ്ങുമ്പോൾ 5 കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 5 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവസാനിക്കുന്നത് എന്തുകൊണ്ടായിരിക്കണം? കാരണം ഇവിടെ നിന്നും അവിടെ നിന്നും ഒരുപോലെ വായിക്കണമെങ്കിൽ 5 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവസാനിക്കുന്നതും 5 കൊണ്ടായിരിക്കണം. അപ്പോൾ ആദ്യവും അവസാനവും 5 വരുന്ന നമ്പറുകളാണ് ഇതിലുണ്ടാവുക. ഇനി സെൻട്രലിൽ വരുന്ന 2 നമ്പറുകളാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. 2 0 വന്നു കഴിഞ്ഞാൽ ഒരു നമ്പർ കിട്ടി. 2 1 വന്നു കഴിഞ്ഞാൽ 2 2 3 4 5 6 7 8 9 ഈ ക്രമത്തിലായിരിക്കും ഈ നമ്പറുകൾ വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആകെ 10 നമ്പറുകളാണ് ഇതുപോലെ ഇരുവഴി സംഖ്യകൾ അഥവാ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും ഒരുപോലെ വായിക്കാൻ കഴിയുന്ന സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇതുപോലെ നിങ്ങൾ ഒരു 6000 മുതൽ 7000 വരെ നോക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. നേരെ മറിച്ച് ഇനി ഒരു 1000ൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു 2000ൻ്റെ ഒരു ഡിഫറൻസ് വരുന്ന രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഈ എണ്ണത്തിൽ വർധനവ് വരും. അപ്പോൾ അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഉത്തരങ്ങൾ വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് എന്നാണ് നിങ്ങൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം, ഈ രൂപത്തിൽ ആകെ എത്ര സമചതുരങ്ങളുണ്ട്? അപ്പോൾ സമചതുരങ്ങൾ കാണാൻ നമ്മൾ ഒരു സൂത്രവാക്യം നമുക്ക് ഉപയോഗിക്കാം. അതായത് ഈ ഒരു സമചതുരങ്ങൾ, ഈ ഒരു രൂപത്തിൽ എത്ര സമചതുരമുണ്ട് എന്നാണ് കണ്ടെത്തേണ്ടത്. എണ്ണി കണ്ടെത്തുക എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ പ്രായോഗികമായിട്ട് അത് ശരിയാവാൻ സാധ്യത കുറവാണ്. കാരണം കുറച്ചും കൂടെ അധികം കള്ളികളൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്കത് കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞു തരാം. ഇവിടെ ഈ ഒരു ചിത്രത്തിൽ എത്ര സമചതുരമുണ്ടെന്ന് കണ്ടെത്താൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 1 2 3
4 5 എന്ന് എഴുതുകയാണ് ആദ്യമായി ചെയ്യേണ്ടത്. 5 ആണ് മുകളിൽ കിട്ടുന്നത്. ഇനി താഴോട്ട് ഇങ്ങോട്ടും എഴുതാം. 2 3 ഇങ്ങനെ എഴുതാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ 5 ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് 5 ഗുണിക്കണം ഇവിടെ 3 ആണുള്ളത്. അപ്പം 3. ഇതിന് ആൻസർ എത്രയാണ്? 5 3 15 എന്ന് കിട്ടുന്നു. ഇനി ഇതിൽ നിന്ന് ഓരോന്ന് കുറയ്ക്കുകയാണ് വേണ്ടത്. 5ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 4 എന്ന് കിട്ടും. 4 ഗുണിക്കണം 3ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 2 എന്ന് കിട്ടും. വീണ്ടും ഇതിനെ എന്ത് ചെയ്യുക? ഗുണിക്കുക. 4 ഗുണിക്കണം 2 എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. വീണ്ടും 4ൽ നിന്ന് 1 കുറയ്ക്കുക, അപ്പോൾ 3 എന്ന് കിട്ടും. 2ൽ നിന്ന് 1 കുറയ്ക്കുക, അപ്പോൾ 1 എന്ന് കിട്ടും. അപ്പോൾ 1 ഗുണിക്കണം 3 3 ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് 1 എന്ന് എത്തുന്നത് വരെ എഴുതിയാൽ മതി. അപ്പോൾ ഇത് 3ഉം കൂടെ നമുക്ക് ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ 26 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ 26 സമചതുരങ്ങളുണ്ട് എന്ന് നമുക്ക് ഓരോന്നും എണ്ണി നോക്കാതെ തന്നെ ഈ ഒരു ക്രിയ വെച്ച് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിത്രത്തിലേക്ക് വരാം. ഇവിടെ എത്ര സമചതുരമുണ്ട് എന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എണ്ണി നോക്കാം. ഈ ഒരു തെറിച്ച് നിൽക്കുന്ന സമചതുരങ്ങൾ നമ്മൾ തൽക്കാലം മാറ്റി വെക്കുക. അത് നമുക്ക് എണ്ണാൻ വളരെ എളുപ്പമാണ്. അത് നമുക്ക് മാറ്റിവെച്ച അവസാനം എണ്ണാം. അതല്ലാത്ത ഈ സെൻട്രൽ ഭാഗത്ത് വരുന്ന രൂപമാണ് ആദ്യമായി നോക്കുന്നത്. അപ്പോൾ 1 2 3 4 പിന്നെ ഇവിടെ 2 എന്ന് കിട്ടും. ഇനി ഇതിനെ ക്രിയാരൂപത്തിൽ നമുക്ക് ചെയ്തു നോക്കാം. 4 ഗുണിക്കണം 2 ഈ 2ഉം ഈ 4ഉമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിന് ആൻസറായിട്ട് വരുന്നത് 8. ഇനി 3 ഗുണിക്കണം 1 3 കിട്ടുന്നത് എങ്ങനെയാണ്? 1 കുറച്ചിട്ടാണ് താഴെ എഴുതേണ്ടത്. അപ്പോൾ 3 ആണ് ആൻസർ. ഇനി ഏതെങ്കിലും ഒരു ഭാഗത്ത് 1 വന്നു കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് എഴുതേണ്ടതില്ല. അതുകൊണ്ട് ഇത്രയും എഴുതിയാൽ മതി. അപ്പോൾ 11 എന്ന് കിട്ടും. 11 പ്ലസ് ഇനി ഈ സമചതുരം നമ്മൾ എണ്ണിയിട്ടില്ല, ഇത് എണ്ണിയിട്ടില്ല, ഇത് എണ്ണിയിട്ടില്ല, ഇതും എണ്ണിയിട്ടില്ല. 4 എണ്ണം നമുക്ക് എണ്ണാൻ ബാക്കിയുണ്ട്. ആ 4ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 15 എന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ആൻസർ ഷീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളിത് ക്രിയ ചെയ്യാതെ എണ്ണി നോക്കുക 15 കിട്ടുന്നുണ്ടോ എന്ന്. 15 തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ നമുക്കിതിന് ആൻസർ ഓപ്ഷൻ ബി ആണ് 15. ഓക്കെ. ഇനി അടുത്ത ചോദ്യം. തേജസ് ഒരു കടയിൽ നിന്നും ബാഗും കുടയും നോട്ട് പുസ്തകങ്ങളും വാങ്ങി. ആകെ 2550 രൂപയായി. 3000 രൂപ കടക്കാരന് നൽകി. കടക്കാരൻ ബാക്കി നൽകാൻ സാധ്യതയുള്ള നോട്ടുകൾ ഏതൊക്കെയാണ്? നമുക്ക് മുന്നെയൊക്കെ വളരെ സിമ്പിളായിട്ട് ആ ഉത്തരം കണ്ടെത്തിയാൽ മതിയായിരുന്നു. ഇത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ കൃത്യമായി പരിശോധിക്കണം. കാരണം ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ ഒന്നിലധികം ഉത്തരങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ശരികൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 4 നമ്മൾ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഉത്തരം കണ്ടെത്താം. നമ്മൾ 3000 രൂപയാണ് കടക്കാരന് നൽകിയത്. 3000 രൂപയാണ് കടക്കാരന് നൽകിയത്. ആകെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ചിലവായത് 2550 ആണ് അല്ലേ? അപ്പോൾ 2550 എന്ന് എഴുതുന്നു. ഇനി ബാക്കി എത്രയാണ് കിട്ടുക? ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ 450 ആണ് കിട്ടുക. 450 ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അത് ഈ 4 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം 450 ഏതൊക്കെയാണ് കിട്ടുക എന്നാണ് പരിശോധിക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ നോക്കാം. 500 എന്ന് പറയുന്നുണ്ട്. 500 എന്ന് പറഞ്ഞാൽ തന്നെ അത് 500ആയി. അപ്പോൾ 450ലേക്ക് വരില്ല. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് വേണ്ട. ഇനി രണ്ടാമത് നോക്കൂ. 2 200 എന്ന് പറയുന്നത് 400 ആണ്. 5 10 അഥവാ 50 ആണ്. അപ്പോൾ 450 ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ശരിയാണ്. അത് മാത്രമാണ് ശരിയെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല, കാരണം 3ഉം 4ഉം വേറെ തന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ മൂന്നാമത്തതും നോക്കണം. 1 200 എന്ന് പറയുന്നത് 200. 5 50 എന്ന് പറയുന്നത് 250 ആണ്. ഓക്കെ. 5 5 25 250. അപ്പോൾ ഇതും 450 എന്ന ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതും 450നുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി അടുത്ത് നോക്കൂ. നാലാമത്തത് 300 എന്ന് പറയുന്നത് എത്രയാണ്? 300. പിന്നെ 5 10 50. അപ്പോൾ 350. അപ്പോൾ ഇത് വേണ്ട. അപ്പോൾ 2ഉം 3ഉം ഇതിൽ ശരികളായതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. 2ഉം 3ഉം മാത്രം എന്നാണ് ഇതിൻ്റെ ഓപ്ഷനായിട്ട് വരുന്നത്. 2ഉം 3ഉം ആണ് ഇതിലെ ശരികളായ ആൻസർ എന്ന് പറയുന്നത്. ഇനി ഇതിലെ 1 മാർക്കിൻ്റെ അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത് കലണ്ടറുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കലണ്ടറിലെ കളങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ചോദ്യചിഹ്നമിട്ട കളത്തിലെ തീയതി ഏതാണ്? ഓക്കെ. ഇത് കലണ്ടർ നമുക്ക് സാധാരണ തരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കള്ളികൾ നമുക്ക് വരച്ചാലേ ചിലപ്പോൾ കിട്ടുള്ളൂ. ഞാൻ വരച്ചുതരാം. ഇങ്ങനെ നമ്മൾ വരയ്ക്കണം, എന്നാൽ ഇതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. ഓക്കെ. ഇത് കലണ്ടറിലെ കള്ളികളാണ്. കള്ളി ഫുള്ള് വരക്കാത്തത് നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയാണ്. ഇവിടെ നോക്കൂ. ഇതിലൊരു പ്രത്യേകത കൂടി ഉണ്ട്.
ഇവിടെ തന്നിരിക്കുന്ന നമ്പർ 28 അല്ലേ? 28 എന്ന് പറയുന്നത് 7ന്റെ ഗുണിതമാണ്. കലണ്ടറും 7ഉം തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാം. 7 കൂടിക്കൂടി വരികയാണ് തൊട്ടടുത്ത അതേ ദിവസം ആവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മുകളിലുള്ള ഡേറ്റ് നമുക്ക് കണ്ടെത്താം. 28ന്റെ മുകളിൽ എന്തായിരിക്കും? 8 7ന്റെ ഗുണിതമായതുകൊണ്ട് 21 എന്ന് നമുക്ക് പെട്ടെന്ന് കാൽക്കുലേഷൻ നടത്താൻ കഴിയും. 7 മൈനസ് ചെയ്താൽ മതി. ഇനി ഇവിടെ 14 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 13 ആയിരിക്കും, ഇവിടെ 12 ആയിരിക്കും, ഇവിടെ 11 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഈ ആൻസർ കണ്ടെത്തുന്നത്. ഇനി നിങ്ങൾക്ക് കലണ്ടറുമായി ബന്ധപ്പെട്ട ചോദ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റഫ് കലണ്ടർ നിങ്ങളൊരു സൈഡിൽ പെട്ടെന്ന് വരച്ച് നോക്കുകയാണ് വേണ്ടത്. 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന അവസാനം 31 വരെ വരുന്ന ഒരു കലണ്ടർ വരച്ച് നോക്കുക. ആവശ്യമായ തീയതികൾ ഏത് ഡേറ്റിന് മുകളിലാണോ വേണ്ടത് ആ ദിവസം, ആവശ്യമായ ദിവസം ഏത് ഡേറ്റിന് മുകളിലാണോ വേണ്ടത് അവിടെ എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയല്ലോ, 11 അഥവാ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 2 ചോദ്യങ്ങളാണ് ഇതുപോലെ 5 മാർക്കിൻ്റെ വരുന്നത്. അതിലെ ഒന്നാമത്തെ ചോദ്യം 4ാമത്തെ നമ്പറായിട്ട് വരുന്നത് പാർട്ട് 2ലാണ് ഈ ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് അതിൽ 4ാമത്തെ ചോദ്യം, സീന ടീച്ചർ കുറേ 4 അക്ക സംഖ്യാ കാർഡുകളുമായാണ് ക്ലാസ്സിലെത്തിയത്. സോനു, റാബിയ, ദീപു എന്നിവർ 2 സംഖ്യാ കാർഡുകൾ വീതം തിരഞ്ഞെടുത്തു. ഉപചോദ്യം എ എന്ന് പറയുന്നത് 9,000-നും 10,000-നും ഇടയിൽ വരുന്ന രീതിയിൽ ഏതൊക്കെ കാർഡുകളാണ് ഓരോരുത്തരും എടുത്തിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം. 3 ആളുകളാണ് ഇവിടെ ഉള്ളത്. സോനുണ്ട്, അതുപോലെ തന്നെ റാബിയ, ദീപു. ഇവർ 3 ആളുകളും കാർഡുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അവർ എടുക്കുന്ന കാർഡുകളുടെ തുക എന്ന് പറയുന്നത് 9,000-നും 10,000-നും ഇടയിലായിരിക്കണം എന്നതാണ്. അപ്പോൾ സോനുവിൻ്റെ കള്ളി നോക്കൂ, ഇവിടെ ആൻസർ അവർ എടുത്ത തുക ഇവിടെ തന്നിട്ടുണ്ട് 9,510 ആണ്. ഏതൊക്കെ കാർഡുകളായിരിക്കും എടുത്തിട്ടുണ്ടാവുക? ഇവിടെ ഓരോന്നും പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കും. അഥവാ 1,510 ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ 8,000 ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ രണ്ട് കാർഡുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ ആൻസർ ലഭിക്കും 9,510. നമുക്ക് അത് രണ്ടും എഴുതി നോക്കാം. 8,000-ഉം ഒരു കാർഡ് 8,000-ൻ്റെതാണ്, ഒരു കാർഡ് 1,510 ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ നമ്മൾ നല്ലപോലെ സെർച്ച് ചെയ്താലേ പെട്ടെന്ന് കിട്ടുകയുള്ളൂ. ഇനി രണ്ടാമത്തെ റാബിയയുടേത് ഒന്നും കൊടുത്തിട്ടില്ല. ഇഷ്ടമുള്ള ഏതെങ്കിലും 2 കാർഡ് എടുത്തിട്ട് നമുക്ക് 9,000-ൻ്റെയും 10,000-ൻ്റെയും ഇടയിലുള്ള സംഖ്യയാക്കി മാറ്റിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും അതിന് പറ്റിയ ഒരു കാർഡുകളാണ്. അപ്പോൾ നമുക്കത് തന്നെ എഴുതാം. 6,000-ഉം 3,218. അപ്പോൾ ആകെ 9,218 എന്ന ആൻസറിലേക്ക് എത്തും. ഇനി ദീപുവിൻ്റെ നോക്കൂ, 4,510 ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4,510 എന്ന് പറയുന്ന നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ദീപു എടുക്കാൻ പറ്റുന്ന നമ്പറുകൾ ഏതായിരിക്കും? തൊട്ടടുത്ത നമ്പർ ഒന്ന് പരിശോധിക്കുക. 5,000 ആണ് വരുന്നത്. 5,000 എന്നാൽ 9,000 ആവും. പക്ഷേ ഇവിടെ 500കൾ തമ്മിലാകുമ്പോൾ അത് 10,000-ന് പുറത്തേക്ക് കിടക്കും ആൻസർ. അപ്പോൾ 5,400 ഈ കാർഡ് എടുക്കാൻ പറ്റും. 5,400. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? 9,910 എന്ന ആൻസറിലേക്ക് ലഭിക്കും. ഇങ്ങനെയാണ് 3 പേരും അവർ കാർഡുകൾ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് നോക്കുക എന്ന് പറയുമ്പോൾ ഏകദേശം 9,000 വരുന്ന ആ റേഞ്ചിൽ നമ്മൾ സംഖ്യകൾ തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയാൽ നമുക്കിത് ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങളത് ചെയ്ത് നോക്കുക. ഇതിലെ ഉപചോദ്യം ബി ആണ് അടുത്തത്. തന്നിരിക്കുന്ന സംഖ്യാ കാർഡുകളിൽ നിന്നും 2000-ൽ ആരംഭിക്കുന്ന ഒരു പാറ്റേൺ നിർമ്മിക്കുക. ഇപ്പോൾ 2000 കൊണ്ട് തുടങ്ങുന്ന ഒരു പാറ്റേൺ, അഥവാ ആ സംഖ്യകൾ ഇവിടെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കാർഡുകൾ. അതിൽ 2000 ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു പാറ്റേൺ വളരെ സിമ്പിളായിട്ട് തന്നെ നോക്കിയാൽ കിട്ടും. 4,000 ഇവിടെ ഉണ്ട്, 6,000 ഇവിടെ ഉണ്ട്, 8,000 ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ 4,000, 6,000, 8,000. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ പാറ്റേൺ നിർമ്മിക്കാൻ കഴിയും. 2 മാർക്കാണ് ഇതിൽ ലഭിക്കുന്നത്. ഇനി ഇതിലെ ഉപചോദ്യം സി എന്ന് പറയുന്നത് മുകളിൽ നൽകിയ സംഖ്യാ കാർഡുകളിൽ നിന്നും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം കാണാം. അപ്പോൾ സംഖ്യാ കാർഡുകൾ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 8,000 ആണ് ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 1,510 ആണ്. 1,510 ആണ് ചെറിയ സംഖ്യ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആൻസർ എത്രയാണ്?
6490 എന്നാണ് ലഭിക്കുക. 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. അടുത്ത 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. മഴക്കാലത്തിന് മുൻപുള്ള ശുചീകരണത്തിന്റെ ഭാഗമായി 17 കിലോമീറ്റർ നീളമുള്ള കരിയിലപ്പുഴ 4 ദിവസം കൊണ്ട് വൃത്തിയാക്കി. ആദ്യത്തെ 2 ദിവസം കൊണ്ട് 8 കിലോമീറ്റർ 600 മീറ്റർ ദൂരവും മൂന്നാം ദിവസം 5 കിലോമീറ്റർ 125 മീറ്റർ ദൂരവും വൃത്തിയാക്കി. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ദിവസം പൂർത്തിയാക്കിയ ദൂരം എത്രയാണ് എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് ആകെ കിലോമീറ്റർ നൽകിയിട്ടുണ്ട്. അവർ 4 ദിവസം കൊണ്ട് തീർത്ത കിലോമീറ്റർ ഇവിടെ തന്നിട്ടുണ്ട്, അഥവാ 17 കിലോമീറ്റർ. ഓക്കെ, 17 കിലോമീറ്റർ എന്ന് പറയുന്നത് 17,000 മീറ്റർ ആയിരിക്കും. ഓക്കെ, ഒരു കിലോമീറ്റർ 1000 മീറ്റർ ആണല്ലോ. 17 ഗുണിക്കണം 1000, 17,000 മീറ്റർ അഥവാ 17 കിലോമീറ്റർ. അപ്പൊ അവര് 1ഉം 2ഉം ദിവസം, ആദ്യത്തെ 2 ദിവസം കൊണ്ട് തീർത്തത് എന്ന് പറയുന്നത് 8 കിലോമീറ്ററും 8 കിലോമീറ്റർ അതുപോലെ തന്നെ 600 മീറ്റർ. ഓക്കെ, ഇനി മൂന്നാമത്തെ ദിവസം അവർ തീർത്തത് 5 കിലോമീറ്ററും അതുപോലെ 125 മീറ്ററുമാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഈ 3 ദിവസം കൊണ്ട്, 1ഉം 2ഉം ദിവസമാണ് ഇത്, മൂന്നാം ദിവസമാണ് ഇത്. ഇത് കഴിഞ്ഞാൽ നാലാം ദിവസം ഇനി എത്ര ഉണ്ടാവുമെന്ന് നമുക്ക് കിട്ടാൻ ആകെ 17,000 മീറ്റർ അഥവാ 17 കിലോമീറ്റർ തന്നിട്ടുണ്ട്. ഇനി 1ഉം 2ഉം 3ഉം ദിവസം ചെയ്ത വർക്ക് തീർത്ത കിലോമീറ്ററുകൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നാലാമത്തെ ദിവസത്തെ കിലോമീറ്റർ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 725 എന്ന് കിട്ടും, 725 മീറ്റർ. അതുപോലെ ഇത് 13 കിലോമീറ്റർ. ഓക്കെ, 13 കിലോമീറ്ററും 725 മീറ്ററുമാണ് അവർ 3 ദിവസം കൊണ്ട് തീർത്തത്. അപ്പോൾ ഇത് നമുക്കൊരു മീറ്റർ, മൊത്തം മീറ്റർ ആക്കി എഴുതുകയാണെങ്കിൽ 13 കിലോമീറ്റർ എന്ന് പറയുന്നത് 13,000 മീറ്റർ. പിന്നെ 725 മീറ്റർ ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ 13,725 മീറ്റർ ആണ് അവരാകെ 3 ദിവസം കൊണ്ട് വർക്ക് പൂർത്തിയാക്കിയത്. അപ്പം ഇനി ബാലൻസ് എത്ര ഉണ്ടാവും എന്നുള്ളത് കിട്ടാൻ എളുപ്പമാണ്. 17,000 മൈനസ് 13,725. അപ്പോൾ ഇതിന് ആൻസർ ആയിട്ട് എത്ര വരും? 3,275 ആണ് ഇനി ബാക്കി ഉണ്ടാവുക. 3,725 മീറ്റർ അഥവാ ഇവിടെ 1000ന്റെ സ്ഥാനം മാറ്റിയിട്ട് ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ 3 കിലോമീറ്റർ അതുപോലെ തന്നെ 275 മീറ്റർ. ഓക്കെ, മീറ്ററും കിലോമീറ്ററൊക്കെ കാണുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊന്നും വിശദീകരിക്കാത്തത്. നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് കണ്ടെത്തുക. അപ്പോൾ 3 കിലോമീറ്ററും 275 മീറ്ററും എന്നതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഇനി ഇതിലെ ഉപചോദ്യം ബി എന്ന് പറയുന്നത് 48 സെന്റിമീറ്ററും 15 മില്ലിമീറ്ററും നീളമുള്ള ഒരു റിബൺ മുറിച്ച് 16 സെന്റിമീറ്ററും 5 മില്ലിമീറ്ററുമുള്ള എത്ര കഷ്ണങ്ങളാക്കാൻ കഴിയും? അല്ലെ, അങ്ങനെ കഷ്ണങ്ങളാക്കിയാൽ എത്ര കഷ്ണങ്ങൾ ഉണ്ടാകും എന്നതാണ് ചോദ്യം. അപ്പൊ ഇവിടെ ചോദ്യത്തിൽ പ്രത്യേകത ഉണ്ട്, 48ഉം 16ഉം അല്ലെ. അത് നോക്കിയാൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒരു ഐഡിയ കിട്ടും. പിന്നെ 15ഉം 5ഉം ഒക്കെ, 15ഉം 5ഉം നോക്കിയാൽ തന്നെ 3 പ്രാവശ്യമാണ് പോകുന്നത് അല്ലേ. അപ്പൊ 48ഉം 16ഉം അതും 3 പ്രാവശ്യമാണ് എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാകും. എന്നാലും നമുക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം? നമുക്ക് ഈ 16 എടുക്കാം. 16 അതുപോലെ 5 അല്ലെ, 16 സെന്റിമീറ്ററും 5 മില്ലിമീറ്ററുമാണ്. 16 2 പ്രാവശ്യം ചെയ്താൽ എത്ര കിട്ടും? 2 16 അതുപോലെ 32 ആണ് കിട്ടും അല്ലെ. 32ഉം ഇവിടെ 5 വരുമ്പോൾ 10, 32ഉം 10ഉം കിട്ടും. വീണ്ടും ഒരു 16ഉം 5ഉം കൂട്ടിയാലോ നമുക്ക് 48ഉം 15ഉം കിട്ടും. അപ്പം 3 പ്രാവശ്യമാണ് ഇത് ലഭിക്കുക. അപ്പോൾ 48ൽ നിന്ന് 16 ഒരു പ്രാവശ്യം കുറയ്ക്കുക, 2 പ്രാവശ്യം കുറയ്ക്കുക, അങ്ങനെ ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ 16 2 3 പ്രാവശ്യം ഇങ്ങനെ കൂട്ടി നോക്കിയാൽ നമുക്ക് കിട്ടും ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി ഇതിലെ ഉപചോദ്യം സി എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ നീളമുള്ള കയർ ഒരേ നീളമുള്ള 4 കഷ്ണങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിന്റെ നീളം എത്ര? 100 സെന്റിമീറ്റർ ആണ് ഉള്ളത് കേട്ടോ, 100 സെന്റിമീറ്റർ ആണ്. അപ്പോൾ അത് ഒരേ നീളമുള്ള 4 കഷ്ണം അഥവാ പകുതിയുടെ പകുതി. 2 കഷ്ണം ആക്കുക എന്ന് പറഞ്ഞാൽ പകുതി, 4 കഷ്ണം എന്ന് പറഞ്ഞാൽ പകുതിയുടെ പകുതി. അപ്പോൾ 100ന്റെ പകുതി 50 ആണ്, 50ന്റെ പകുതി 25 ആണ്. അപ്പോൾ 100ന്റെ 4 ഭാഗമാക്കിയാൽ 25 എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, 25 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ചോദ്യങ്ങളെല്ലാം പരിചയപ്പെട്ട് കഴിഞ്ഞു.
STA നടത്തിയ ഈ മോഡൽ എക്സാം പരീക്ഷ കാത്തിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ മോഡലാണ്, പുതിയ രീതിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള രീതിയൊക്കെ പരിചയപ്പെടാൻ ഏറെ ഉപകാരപ്പെടുന്ന രീതിയിലായിരുന്നു പരീക്ഷ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. താങ്ക്